നമ്മളെ ഇല്യാസ് അഹമ്മദ് ആരൊക്കെയാണ് ആ മുന്തിരിച്ചാറ് കുടിച്ചത് എന്നുള്ള ഓർത്തണം. അന്റെ കുടുംബത്തിൽ കേറി ഞാൻ മാന്തും. ഓനടിക്ക സീന ഒറ്റയ്ക്ക് മതിന്ന്. ഓനൊക്കെ നേർക്ക് നേരെ വന്നു നോക്കണ്ടേ. ഓന്റെ ജീവിതത്തില് ഒരു പെണ്ണിനെ ഓൻ തെറി പറയില്ല. പറയേണ്ട പൂതിയാണ്ട് കെടുവനക്കൊക്കെ. എടാ സീന കേരളത്തിന്റെ പെങ്ങളുട്ടി തന്നെയാണ്. 1000 കോഴിക്ക് അരക്കാട. ഓക്കെ എന്താടി കെടുവാടി അങ്ങോട്ട് പോ. ഇന്നെ സംബന്ധിച്ചോടത്തോളം ചാരിറ്റി മുന്നോട്ട് പോയാലും ഇല്ലെങ്കിലും ഒക്കെ കണക്കറിഞ്ഞില്ലേ. അപ്പൊ ചങ്കികളെ എല്ലാം കൂടി ഇപ്പഴ തീർത്താൽ ശരിയാവില്ലല്ലോ. ഇനിയിപ്പോ വരാനുണ്ട് അൾസേരി പുൾസേരി സാമ്പാർ ചെറിയപ്പടം വലിയപ്പടം എല്ലാം കൂടി ഇനിയും വരാനുണ്ട്. അപ്പൊ ഇപ്പൊ സത്യത്തില് കുറച്ച് ഉപ്പും പിന്നെന്താ പറയാ, ആദ്യം ഉപ്പല്ലേ വിളമ്പുക സദ്യക്ക്. അപ്പൊ ഉപ്പ് ഇന്ന് വിളമ്പിട്ടൊളിഞ്ഞ് പലതും വിളമ്പാനുണ്ട്. അപ്പൊ അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മളെ ഇല്യാസ് അഹമ്മദ് പുള്ളിക്കാരനെ ഞാൻ ഒരു റീൽസ് ചെയ്തിരുന്നു. ഒരു കുടുംബത്തിന്റെ കൂട്ടത്തിലാ ചെയ്ത കേട്ടോ. അപ്പൊ ആ റീൽസ് എടുത്തിട്ട് ഓൻ അതിൽ കുറച്ച് എന്താ പറയാ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നിട്ട് കേറ്റിട്ട് അതാണ്ട് കൊണ്ടുപോയിട്ട് ഓരോ ഗ്രൂപ്പിൽ അങ്ങോട്ട് ഇട്ട്. അതിലൊരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിനെ പോലും ഓനെ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ഇല്യാസ് അഹമ്മദേ, ഇന്ന് പറഞ്ഞ ലൈവൊക്കെ ഞാൻ കേട്ട് ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. നീ എത്ര തന്തക്ക് പിറന്നവനാണ് ഇല്യാസ് അഹമ്മദേ? നിനക്ക് എത്ര തന്തയാണ്? കാരണം സീന ഐക്യരപ്പടി ചെയ്ത റീൽസ് നീ കൊണ്ടയിട്ട് അതിലൂടെ വേറെ വോയിസ് കേറ്റിട്ട് അത് കൊണ്ടയിട്ട് അത് ഒരു ഗ്രൂപ്പ് കൊണ്ടയിടാൻ മാത്രം. എടാ പരമ ചെറ്റ നാറിയേ ഇല്യാസ് അഹമ്മദേ, അന്നക്കോ അന്റെ കുടുംബത്തിനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടടാ ഞാൻ ചെയ്യുന്ന റീൽസ്? ഞാൻ അന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോസ് നീ എനിക്കെതിരെ വരുന്നതിന്റെ മുന്നായിട്ട് അന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോസോ അന്റെ ഏതെങ്കിലും ഒരു വീഡിയോസോ എന്തെങ്കിലും കൊണ്ടായിട്ട് അല്ല അനക്കൊരു ബാഡ് കമന്റ് ആയിട്ട് സീന വന്നിട്ടില്ല. നീ എന്റെ അടുത്ത് വന്നപ്പോ പരമ ചെറ്റ് നല്ല തന്തക്ക് പിറക്കണ മോനാവണടാ. നല്ല തന്തക്ക് പിറക്കാതെ നീ എല്ലാരും നെഞ്ഞത്തേക്കും ചാരിറ്റിക്കാരെ എല്ലാരും നെഞ്ഞത്തേക്ക് കേറുമ്പോലെ സീനന്റെ അടുത്തേക്ക് വന്നാല് വയറ് നിറച്ച് നല്ല അടിപൊളി സദ്യല്ല അനക്ക് ഞാൻ വിളമ്പി തരിക. നല്ല ഒന്നാം തരം ഉണ്ടല്ലോ, നല്ല മട്ടൻ ബിരിയാണിയാണ് തരും ഞാന്. അനക്ക് മനസ്സിലായോ? പിന്നെ ഇജ്ജ് പറഞ്ഞല്ലോ പിന്നെ ചാരിറ്റി മേഖലയില് ഇവള് തന്നെ എല്ലാത്തിനും കൂട്ടുന്നു എടുത്തുന്നേ. എടാ പരമ ചെറ്റേ, ഞാനൊന്ന് ചോദിക്കട്ടെ. നല്ല തന്തക്ക് ജനിച്ച മോനാണെങ്കിൽ ഇജ്ജ് പറയടാ, ഞാൻ ആർക്കട കൂട്ടിക്കൊടുത്തത്? ആർക്കട സപ്പോർട്ട് ചെയ്തത്? ഞാൻ ഓലുമായിട്ട് എന്ത് സംഗമാടാ ചെയ്തിട്ടുള്ളത്? ഞാൻ ഒരു പബ്ലിക് വേദിയിൽ ചെല്ലുമ്പോ എന്റെ കൂടുതൽ പലരും ഉണ്ടാവും. ആർക്കട പരമ ചെറ്റ ഞാൻ കൂട്ടുന്നോടുത്തത്? അനക്ക് വേണ്ട മറ്റേ കുറച്ച് വേലൊക്കത്തിയാളെ ഞാൻ കുറച്ചാണ്ട് പറഞ്ഞപ്പോ അനക്കണ്ട് നൊന്തല്ലേ. പിന്നെ ഇജ്ജ് പറഞ്ഞു ദുബായിന്ന് ഞാനൊരു വീഡിയോ ചെയ്തപ്പോ മുന്തിരിച്ചാറ് കുടിച്ചിന്ന്. എടാ പരമ ചറ്റ അന്റെ പെണ്ണുങ്ങൾ കള്ളു കുടിച്ച് കണ്ടോന്റെ കൊടുത്ത് നിരങ്ങണ മാതിരി സീനായിക്കർപടി നിരങ്ങണില്ല. ഇല്ലാത്തത് പറയുമ്പോ ആലോചിക്കണം. അന്റെ തള്ള വെടി പൂരായ മാതിരി സീനായിക്കർപടി ആയിട്ടില്ല. ഇങ്ങോട്ട് പറയുമ്പോ 100 എണ്ണം അങ്ങോട്ട് കിട്ടും. ഇല്യാസ് അഹമ്മദേ, നല്ല ശ്രദ്ധിച്ചോ. വലിച്ച് കീറും ഞാൻ എന്നെ. ഇന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടാണെങ്കിൽ അറിയോ? അന്റെ പെണ്ണുങ്ങൾ പക്ക വേശില്ലടാ അല്ലേ? ഇച്ച് ഇന്നെ കുറിച്ച് എന്താടാ പറഞ്ഞത്? മുന്തിരിച്ചാറ് കുടിച്ച മാതിരിന്ന്. അന്റെ തള്ള കുടിച്ചിട്ടുണ്ടാവൂടാ മുന്തിരിച്ചാറില്ല, നല്ല പട്ടച്ചാറായും കുടിച്ചിട്ടുണ്ടാവും എന്റെ തള്ള. മനസ്സിലായി എനിക്ക്? ഇജൊക്കെ എന്താ വിചാരിച്ചത്? എന്തും വിളിച്ചറിയാ എന്നുള്ളോർത്തോളോ. പിന്നെ ഇജ്ജ് പറഞ്ഞി ക്യാപ്റ്റനോടെ ആനക്കാരനോടെ പിന്നെ എടപ്പാളെവിടെ കരീംക്കവിടെ എന്നൊക്കെ ചോദിച്ചു. എടാ ഓലൊക്കെ നോക്കണ എന്താന്ന് എനിക്കറിയാം പരമ ചെറ്റെ. അന്നെ പോലെ കണ്ണ് കണ്ട പെണ്ണുങ്ങളുടെ പാവാടന്റെ അടിയല്ല തപ്പാൻ നടക്കണത്. ഓലൊക്കെ എന്താ ചെയ്യലെന്ന് എനിക്കറിയോ? ഓലൊക്കെ ചാരിറ്റിന്ന് ആരെങ്കിലും കക്കിടുണ്ടോ അതിന് വ്യക്തമായിട്ട് തെളിവോലെ കയ്യിലുണ്ടെങ്കിൽ ഓല അത് തുറന്നു പറയും. അല്ലാതെ ഒരു പെണ്ണിന്റെ വ്യക്തി ജീവിതത്തിലേക്കോ ആ പെണ്ണിടുന്ന ഡ്രസ്സിലേക്കോ ആ പെണ്ണിടുന്ന റീൽസിലേക്കൊന്നും അന്നെപ്പോലെ പരമ ചെറ്റ ആ വീഡിയോ കൊണ്ടുപോയിട്ട് അതിലേക്ക് വേറെ വോയിസ് കയറ്റിയിട്ട് മറ്റുള്ളവരെ മുന്നിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണില്ല. മനസ്സിലായടാ ഇല്യാസ് അഹമ്മദ്? എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇജ് എന്താടാ ചലിച്ചത്? ഞാൻ നീയായിട്ട് ഒരു പ്രശ്നവും ഇല്ല. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നീ പറയ്. നീയല്ലടാ ഇന്റെ ആ റീൽസ് കൊണ്ടുപോയാണ്ട് അയക്ക് വേറെ വോയിസ് കയറ്റിയത്. അനക്കെന്താടാ അന്റെ പെണ്ണുങ്ങളേക്ക് കണ്ടോലത്ത് കേറ്റണം നോക്കാൻ എനിക്ക് സമയമില്ല. അറിയോ?
നീ കേറ്റണത് ആരുതാണ്? നാട്ടുകാരത് പോയി നോക്കാണ് ഇജി ഇന്റെ കുറ്റം കുറവുകളോ ഇന്റെ പിന്നാലെ നോക്കി കിടക്കുമ്പോത്തിന് അന്റെ പെണ്ണുങ്ങൾ കണ്ടവർക്ക് വാതിൽ ഓർന്ന് കൊടുക്കണ്ടാവും ഇവിടെ ചെല്ലി കണ്ടവരായി വലിയ കയറി മേയുണ്ടാവോ? ഇജി അതൊന്ന് പോയി നോക്ക്. ഇജി പറഞ്ഞ ചാരിറ്റി ഓളെ ചാരിറ്റി വേദിയിൽ ഇരുത്തരുത്, ഓള് പങ്കെടുക്കണ വേദിയിൽ ആരും വരരുതെന്ന്. എടാ ഇജൊന്ന് വിചാരിച്ചാൽ നടക്കണല്ലടാ അത്. ഇജൊന്ന് വിചാരിച്ചാൽ നടക്കണല്ല. കാരണം എന്തുകൊണ്ടറിയോ? കേരളം അങ്ങോളം ഇങ്ങോളം ശ്രദ്ധിക്കുന്നുണ്ട് സീനായിക്കരവിടെ എന്തിനാണ് പ്രതികരിക്കുന്നെന്നുള്ളത്. സീനായിക്കരവിന്റെ നേരെ തെറിയും കാര്യമായിട്ട് വന്നാലേ സീനായിക്കരവിടെ പ്രതികരിക്കുന്നത്. ഒരു കുട്ടിയൊക്കെ പറയാൻ പറ്റിയ ഇയാസ് അഹമ്മദ് എന്ന പരമ ചെറ്റ നാറിയെ പറയാൻ പറ്റോ? സീന ഒരാൾ ആദ്യം അങ്ങോട്ട് പോയിട്ട് തെറി പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? പരമ ചെറ്റ മരക്കഴുത ഇജ് പല തന്തക്കുണ്ടായതാണാടാ ചെല്ലി. പിന്നെ ഇജ്ജ് പറഞ്ഞ് തന്തക്ക് പിറന്നോളെ ഈ ലൈവ് കെറ്റുന്ന് അന്നെ പോലത്തെ പിന്നെ തമ്മാടിയക്കും പിന്നെ കള്ളുടിയന്മാർക്കും പിന്നെ പെണ്ണ് കൂട്ടി കൊടുക്കുന്നവർക്കും കേറാനുള്ളതല്ലടാ സീനായിക്കരവിന്റെ പേജ്. അറിയോ? അന്നെ പോലത്തെ പരമ ചെറ്റയ്ക്ക് കേറാനുള്ളതല്ല. ഇജ് മനസ്സിലാക്ക്. ഇജ് അങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഐക്കരവടിയിലുണ്ട് ഞാനേ. ഇജ് അങ്ങോട്ട് പോരെ. ഇജ് പറഞ്ഞല്ല മുന്തിരിച്ചാറ് ഓടിക്കുന്നതിന്. എടാ പരമ ചെറ്റ് സീനായിക്കരപടി ഇന്ന് വരെ ഒരു തുള്ളി കള്ളോ വെള്ളോ അല്ലെങ്കിൽ ഒരു മോശമായിട്ട് നടന്നുള്ള ഒരു തെളിവ് എനിക്ക് കൊണ്ടുവരാൻ പറ്റടാ? ഞാൻ ആരെ വിവാഹം കഴിക്കണം, ആരെ കൂടുതൽ ജീവിക്കണം, എന്ത് ഡ്രസ് ഇടണം എന്നുള്ളത് സീന തീരുമാനിക്കും. അത് സീനന്റെ പണാണ്. ഞാൻ 2 കോടിയിൽ 5 കോടി ഉറുപ്പിന് വീടെടുത്ത് തന്നേക്കും. അത് ഇന്റെ സാമ്പത്തികടാ. അത് വെച്ചിട്ട് ഇങ്ങനെ ഉറച്ചിലെടുക്കണ്ട. അറിയോ? അനക്ക് ഇന്നൊന്ന് ഒന്നാണ് ഇതാക്കാൻ വേണ്ടി കിട്ടിയില്ല. അപ്പൊ കിട്ടിയ ഇജ് മറ്റോളെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്കത് നൊന്തല്ലോ. ഇജ് ഓളായിട്ടുള്ള കണക്ഷൻ എന്താടാ? അന്റെ പെണ്ണുങ്ങളൊന്നും അറിയട്ടെ. പിന്നെ ഇജ് പറഞ്ഞ ഇന്റെ കുറിച്ച് അനക്ക് രാത്രി വീഡിയോ കോളിലോ അല്ലെങ്കിൽ അനക്ക് പിന്നെ എന്താ പറയാ ഇതിന്റെ കോളിലോ വിളിക്കുമ്പോ സഹകരിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവോ? താലിക്കാലം ഇജ് ഇന്ന അതിന് കണ്ടെക്കണ്ട. അതിന് ഇജ് വേറെ ആളെ നോക്ക്. അന്റെ പെണ്ണുങ്ങൾ കള്ളും കുടിച്ച് കൂത്താടി കണ്ടോല അകത്തും കയറ്റി കണ്ണ് കണ്ട മതി വേഷിപ്പണി എടുക്കണ മാതിരി ഞാൻ എടുക്കണില്ല. ഓർത്ത് വെച്ച ജി ഇങ്ങോട്ട് പറയുമ്പോ ആലോചിക്കണം കുടുംബത്തിൽ കയറി ഞാൻ മാന്തോന്നുള്ളത്. അറിയോ? ഇജ് എന്താടാ ജി വിചാരിച്ചത്? എന്നിട്ട് ഓല് വന്നില്ല. ആൺകുട്ടികളായ ആങ്ങളാർ. എടാ സീന കേരളത്തിന്റെ പെങ്ങളുട്ടി തന്നെയാണ്. അത് എന്തുകൊണ്ടറിയാം? പിന്നെ ലേബിൾ എനിക്ക് ചാർത്തി തന്നെ എന്താ അറിയോ? സീന പോണ റൂട്ട് ക്ലിയർ ആണ്. സീന ഉള്ളതിന് കണ്ടേനെ മറുപടി അറിയുള്ളൂ. സീന അങ്ങോട്ട് ഒരാളെ പോയിട്ട് എതിർക്കൂല. അതുപോലെ തന്നെ സീന ഒരാളെ മുതൽ അപഹരിക്കൂല. അതുകൊണ്ട് തന്നെയാണടാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പെങ്ങള് കുട്ടിയായിട്ട് ഇത്രയും ആൾക്കാർ കട്ടൊക്കെ കൂടക്കണത്. അറിയോ? അല്ലാതെ അന്റെ പെണ്ണുങ്ങളെ മൂട് കണ്ടിട്ട് കണ്ടോല് മണപ്പിച്ചടക്കുമ്പോ മണപ്പിച്ചടക്കില്ലടാ അത്. ഇല്യാസ് അഹമ്മദ് എന്ന ചെറ്റ് എല്ലാ ചാരിറ്റിക്കാരും കുറ്റം പറഞ്ഞിട്ട് എല്ലാരും നെഞ്ഞത്തേക്ക് വരുമ്പോ ഇങ്ങോട്ട് വരില്ലേ? അറിയോ? ഇജല്ലടാ ചാരിറ്റിയിൽ ചാരി നിന്നിട്ട് അനക്ക് വേണ്ടപ്പെട്ടോലടുത്ത് ഊറ്റി നക്കണത്. അത് വിചാരിച്ച് ഇങ്ങോട്ട് വരുന്നോ? എന്താടാ വിചാരിച്ചത്? ഇജ് പല തമ്മാടുത്താൻ എനിക്കത് വായ തോന്നിയതാണ് പറയല്ലേ. ഞാനേ അന്ന് എന്നോട് പ്രതികരിക്കാതെ പോയത് എനിക്ക് എന്താ അറിയോ? ഫൈസൽക്ക കണ്ണൂരും അതുപോലെ തന്നെ പിന്നെ നാസർ കുരുക്കളും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു സീന ഇത് നമുക്ക് പറഞ്ഞു തീർക്ക, വെറുതെ ലൈവിലേക്ക് കൊണ്ടുവരണ്ട. അതുകൊണ്ട് എന്താ അറിയോ? ഒരാങ്ങളാരെ വാക്ക് പോലെ ഞാൻ അത് മര്യാദ കൊടുത്തതാണ് ഓൽക്ക്. അത് ഇന്റെ തലേ കയറാനുള്ള ലൈസൻസ് അല്ല. ഓല് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എന്നെ ഞാൻ വെറുതെ വിട്ടത്. പരമച്ചറ്റേ ഹിജേ ഒറ്റ തന്തക്ക് ജനിച്ച മോനാച്ച പറയടാ സീന അവിടുന്നാണ് ഒരു തുള്ളി പിന്നെ മുന്തിരിച്ചാറ് ഒഴിച്ചതെന്ന്. അന്റെ പെണ്ണുങ്ങളെ മറ്റേക്ക് നാട്ടുകാര് മുന്തിരിച്ചാറ് ഒഴിച്ചു കൊടുക്കണ്ടേ? അത് ഇജ് കണ്ടിട്ടുണ്ടോ? അത് പോയി നോക്ക്. ഇന്റെ പിന്നാലെ വരാതെ. വെടിന്ന് വിളിച്ചാലോടൊക്കെ തിരിച്ചു വിളിക്കണേ. സ്വന്തം തള്ള വെടിയായിട്ടാണ് നിങ്ങളൊക്കെ വെടിന്ന് പറ്റുള്ള പെണ്ണുങ്ങളെ വിളിക്കുന്നത്. പക്ക വെടികളാ നിങ്ങളെ തള്ളാര്. ഒന്നും മക്കളെ പോയി ചത്തൂടെ? ചത്തൂടെ? 10 മാസം പള്ളേല് കൊണ്ട് നടന്ന് പ്രസവിച്ച ഉമ്മനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് നല്ല തറവാട്ടില് തള്ളാരോട് സ്നേഹമുള്ള ഒരാണും പറയിപ്പിക്കില്ല. കാരണം എന്തുകൊണ്ടറിയാം? ഏതാണും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയിട്ട് ഞങ്ങൾ എന്തിനോലെ തെറി പറയേണ്ട ആവശ്യം, ഞങ്ങൾ എന്തിനോലെ മറ്റുള്ള പേരിട്ട് വിളിക്കേണ്ട ആവശ്യമൊന്ന്.
അത് തറവാട് ജനിച്ച മക്കളാണ്. തറവാട് ജനിക്കാതെ കണ്ണ് കണ്ട തെരുവിൽ കിടന്നുണ്ടാവുന്നവരാണ്. മറ്റുള്ള പെണ്ണുങ്ങളെ തെറി വെടിയും വേഷിന്ന് വിളിക്കുള്ളൂ. അറിയോ? മര്യാദക്ക് പോയിക്കോളി. എല്ലാത്തിനും ഞാൻ ലൈവിലിട്ടു. എന്താടി ഇങ്ങോട്ട് മതി ഇടക്കൊന്ന് അങ്ങോട്ട് ലൈവ് നീട്ടിക്കൊണ്ട് പോകണ്ട. ഓക്കെ 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 ഇൻഷാല്ലാ ഒന്ന് നിർത്തുകയാണ് ചങ്കുകളെ. അപ്പം എന്താ പറയാ, ചൂട്ട അപ്പത്തിന് ഇപ്പം മറുപടി. ഞാൻ അടുത്ത ലൈവ് ഉണ്ടാവും. എപ്പിസോഡ് തുടർന്നു കൊണ്ടേയിരിക്കും. ഞമ്മക്കിത് അപ്പം അടുത്ത ലൈവ് ഇജുവാ തുടർന്ന് അനക്കുള്ളത് ഞാൻ തരാം. ഇജ് എനിക്ക് പരിപ്പാട് വട വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അണ്ണാക്കൊക്കെ ഞാന് അടിപൊളിയായിട്ടുള്ള എന്ത് വിളമ്പി തരും. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണി എല്ലാം ഇവിടെ കഴിച്ചിട്ടുണ്ട്. ഒറ്റ തള്ളല എന്റെ അണ്ണാക്കൊക്കെ. അതോട് കൂടിയിട്ട് നിർത്തുജി. ഏതറ്റം വരെ ചെയ്യ്. 100 ചെയ്ത 500 ഞാൻ ചെയ്യും. നിർത്തിക്കോ. അല്ല തുടരാനാണ് ഭാവച്ചാൽ ഇതിലും വലുത് ഞാനും തുടരും. ഇന്നെ സംബന്ധിച്ചിടത്തോളം ചാരിറ്റി മുന്നോട്ട് പോയാലും ഇല്ലെങ്കിലും ഒക്കെ കണക്കറിഞ്ഞില്ലേ. ചാരിറ്റിന് ഇന്ന മനസ്സിലാക്കുന്ന സപ്പോർട്ട് ചെയ്താൽ മതി. എനിക്ക് ജീവിക്കാനും അതിന്റെ അങ്ങേപ്പുറമൊക്കെ എന്റെ അടുത്തുണ്ട്. എനിക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് നല്ല ആലോചിച്ച് സംസാരിച്ചോ കേട്ടോ. ഇനി മേലിൽ വന്നിട്ട് എന്റെ മുന്തിരിച്ചാറ് എവിടെയാണ് ഒഴിച്ചു കൊടുത്തതെന്നും ആരൊക്കെയാണ് ആ മുന്തിരിച്ചാറ് കുടിച്ചത് എന്നുള്ളോർത്തോളം എന്റെ കുടുംബത്ത് കയറി ഞാൻ മാന്തും. അതിന് വേണ്ടിട്ട് നിക്കണ്ട. കുടുംബത്തിന് ഇതിലേക്ക് വലിച്ചിട്ടുള്ള അവസരം ഉണ്ടാക്കണ്ട. നാവടയ്ക്ക അനക്ക് നന്ന്. എന്റെ പക തീർക്കാൻ ഇന്റെ അടുത്ത് വന്നാൽ തിരിച്ച് അതിന്റെ 100 ഇരട്ടി എനിക്ക് ഞാൻ തരും. നിന്നെ കാന്താരി എന്നല്ല, അതിരിക്കും മേലെ വിളിക്കണം സപ്പോർട്ട് അല്ല. പിന്നെ ഇടിച്ചു കുത്തി പോയിന്നോ. ഗുണ്ടകളെ വേണോ? ഇതന്നെ പോരെ മക്കളെ. പണ്ടൊരു ചൊല്ലുണ്ട്, 40 ആട്ടും കൂട്ടുക്കും എന്തൊരു ചൊല്ലുണ്ടല്ലോ. ഓലൊക്കെ കിട്ടുന്നില്ല. ഒന്ന് കമന്റ് ചെയ്തിയാണി. ഒന്ന് കമന്റ് ചെയ്തിയാണി. ഇത്തിരി മുന്തിരി എന്താണ് മുന്തിരിച്ചാറ്? അതൊക്കെ ഓന്റെ തള്ളനോട് ചോദിച്ചത്. എന്താണ് അവന്റെ ഒരു കരിക്കിൻ ജ്യൂസ്, അവന്റെ ഒരു കരിക്കിൻ ജ്യൂസ് ഒരു കൊണ്ടൊക്കെ 1000 രൂപ. ഓ ഇനി വരൂല. ഓ ഇനി വന്നാലേ ഓന്റെ അന്ത്യകൂദാശ ഞാൻ നടത്തിയിട്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി പോവുള്ളൂ. ഇങ്ങോട്ട് വന്നിട്ട് എടി പോടീന്ന വേശീന്ന വിളിക്കാൻ നിക്കണ്ട. ഞാൻ കാന്താരി എന്ന് വിളിക്കുന്നത് ഇനി അത് വിളിക്കാൻ പറ്റില്ല. അതിക്കും മേലെ ഇനി എന്ത് വിളിക്കണം? പൊളിച്ച് സൂപ്പർ അടിപൊളി. ഓനടിക്ക സീന ഒറ്റയ്ക്ക് മതിന്ന്. ഓനൊക്കെ നേർക്ക് നേരെ വന്നു നോക്കണ്ടേ. ഓന്റെ ജീവിതത്തില് ഒരു പെണ്ണിനെ ഓൻ തെറി പറയില്ല. പറയേണ്ട പൂതിയാണ്ട് കെടുവനക്കൊക്കെ അറിയോ. 1000 കോഴിക്ക് അരക്കാട. ഓക്കെ, വീട്ടിലാരുമില്ലേ നിയന്ത്രിക്കാൻ? വീട്ടിലുള്ളവരൊക്കെ അവിടെ ഉണ്ട്. കിട്ടിയത് സോഷ്യൽ മീഡിയ കിട്ടിയ സോഷ്യൽ മീഡിയ കൊടുക്കും. കൊടുക്കേണ്ടത് കൊടുക്കും. വനിതകളുടെ നേതാവുണ്ടല്ലോ കൂടെ. ഒളിഞ്ഞു നോക്കുന്ന ഇത്തയെ ഒന്ന് കാണണം. ഇതൊക്കെ എല്ലാം അവിടെ ഉണ്ട്. 1000 കോഴിക്ക് അരക്കാട. ഇന്ന് എന്താണ് ഇന്ന് ഏതാണ് പിടി? ഇന്ന് ഓൻ അടിച്ചത് കഞ്ചാവാണ്, നിങ്ങളടിച്ചത് MDM ആണ്. രണ്ടും കണക്കാവും ചിലപ്പോ. ആരാ കൂടെ? അയ്യോ, സീരിയൽ മുടങ്ങിയല്ലോ. പായ ആരെങ്കിലും ഇപ്പൊക്കെ സീരിയൽ ഉണ്ട് ഒത്തിരിക്കും. ഇവിടെ അതിലും വലിയ സിനിമ കണ്ട ഫീലാണ് ഇപ്പൊ. സത്യം പറഞ്ഞ 2 ദിവസം സീനായിക്കറിന്റെ പേജ്. എന്താണ് ഇല്യാസുമായി പ്രശ്നം? ആരാണ് അവന്? ഏതാ ഒരു വൈപ്പോക്കനി? എന്നാലേ ലൈവ് ഒന്ന് ഇറങ്ങും. ഇന്നത്തെ മുന്തിരിച്ചാറ് ഒരിക്കലും മറക്കില്ല. അതും അവന്റെ ജീവിതത്തെ മറക്കൂല. ഞാൻ അടുത്ത മുന്തിരിച്ചാറേറ്റ് വരും. അപ്പൊ ഞാൻ ഓനക്ക് ഏറ്റവും വലിയ
ബിരിയാണിയോ മന്തിയോ അൽഫാമോ എന്തെങ്കിലും ഞാനും കൊടുക്കും. നല്ല രസമുണ്ടാവും. ഒരാളെ രാഷ്ട്രീയം ഒളിഞ്ഞു നോക്കുന്ന താത്തന്റെ രാഷ്ട്രീയം. ഞാൻ ഒരാളുടെ രാഷ്ട്രീയം നോക്കാറില്ല, ഒരാളുടെ ജാതി നോക്കൂല, ഒരാളുടെ മതം നോക്കൂല. എനിക്ക് നേരെ വന്നാൽ അതേപോലെ തിരിച്ചു കൊടുക്കും. സീന പൊളിച്ചടിക്കുക. അപ്പൊ ചങ്കുകളെ നമുക്ക് പിന്നെ കാണാം. ഏതായാലും എല്ലാം കൂടി ഇപ്പൊ തീർക്കണ്ട, കാരണം അടുത്ത ലൈവ് വരാനുണ്ട്. തൽക്കാലം നിർത്തും സീന. തലയ്ക്ക് വെളിവില്ലാത്തവർ പലതും പറയും. നീ ധൈര്യമായി മുന്നോട്ട് പോകൂ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. അപ്പൊ ചങ്കുകളെ എല്ലാം കൂടി ഇപ്പഴും തീർത്താൽ ശരിയാവില്ലല്ലോ. ഇനിയിപ്പോ വരാനുണ്ട് അൾസേരി, പുൾസേരി, സാമ്പാർ, ചെറിയപ്പടം, വല്യപ്പടം എല്ലാം കൂടി ഇനിയും വരാനുണ്ട്. അപ്പൊ ഇപ്പൊ സത്യത്തില് കുറച്ച് ഉപ്പും പിന്നെന്താ പറയാ, ആദ്യം ഉപ്പല്ലേ വിളമ്പുക സദ്യക്ക്. അപ്പൊ ഉപ്പ് ഒന്ന് വിളമ്പിട്ടുള്ളൂ, ഇനി പലതും വിളമ്പാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ലൈവില് കാണാം. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വരുമ്പോ അടുത്തതും കൂടി ഉണ്ടാവും. ഇനി ചിരിപ്പിക്കല്ലേ. അടുത്ത ലൈൻസോടൊന്നും നിൽക്കൂല മക്കള്. ഓക്കെ, അപ്പൊ എല്ലാരോടും അസ്സലാമലൈക്കും, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. എപ്പിസോഡ് തുടരും എന്നുള്ള കാര്യം ഉറപ്പാണ്. തുടർന്ന് ഞാനും ഉണ്ടാവും, കേൾക്കാൻ നിങ്ങളും ഉണ്ടാവണം, ഞങ്ങളും ഉണ്ടാവും. ഓക്കെ, ബൈ, ടാറ്റാ.